നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിൻ്റെ പര്യായം ചാപ്റ്റർ 27 ഹൂ നീഡ്സ് വാഷിങ്ടൺ. 2006 ഗവർണർ ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു. വിജയത്തിന് ശേഷം നടത്തിയ ഒരു അനാലിസിസ്, അതിൽ രസകരമായൊരു കാര്യം മനസ്സിലാക്കിയത്, അർണോൾഡിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വിഭാഗമുണ്ട്. അത് കോളേജ് സ്റ്റുഡൻസ്, അതുപോലെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. പ്രധാന കാരണം നമുക്കറിയാം, അവിടെയെല്ലാം ഈ സ്റ്റുഡൻസ് എല്ലാം പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരാണ്. പ്രധാനമായിട്ടും ഹോട്ടലുകളിൽ വെയിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, അത്തരം പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇത്തരം ഈ ഹോട്ടലുകളിൽ വർക്ക് ചെയ്യുന്ന വെയിറ്റേഴ്സ് ആൻഡ് വെയിറ്ററസ്, അവർക്ക് അർണോൾഡിനോടൊരു വല്ലാത്ത ആരാധനയാണ്. കാരണം ഏത് ഹോട്ടലിൽ എപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയാലും 25% ടിപ്പ് കൊടുത്തിരിക്കും. ബില്ല് എമൗണ്ടിൻ്റെ 25% ടിപ്പ്. സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയും കിട്ടുകയാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച്. അതും അദ്ദേഹത്തിൻ്റെ ആ വിജയ ശതമാനത്തിന് ഒരു പ്രധാന കാരണമായിരുന്നു. ഏതായാലും ഇലക്ഷൻ്റെ തിരക്കുകളെല്ലാം അവസാനിച്ചു. ഒന്ന് റിലാക്സ് ചെയ്യണം. ക്രിസ്മസ് വെക്കേഷനും വരെയാണ്. അർണോൾഡും മറിയയും കുട്ടികളും കൂടി സൺ വാലി റിസോർട്ടിലേക്ക് യാത്രയായി. സൺ വാലി റിസോർട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റിസോർട്ടാണ്. അതിനായിട്ടുള്ള ഫെയിം എന്ന് പറയുന്നത് സ്കീയിങ് എന്ന് പറയുന്ന മഞ്ഞിൽ കൂടെ തെന്നി നീങ്ങുന്ന ഒരു സ്പോർട്സ്. അതിന് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അർണോൾഡാണെങ്കിൽ അത്തരം സ്പോർട്സിൽ അമേരിക്കയിലെത്തിയതിനു ശേഷം വളരെ എക്സ്പെർട്ടായി. ഒരുപാട് കാലത്തെ ട്രെയിനിങ്ങും പിന്നെ അത് കഴിഞ്ഞുള്ള പ്രാക്ടീസും വഴി അർണോൾഡ് വളരെ എക്സ്പെർട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ഈ സ്കീയിങ്ങിന് പലതരം ട്രാക്കുകളുണ്ട്. വളരെ സ്മൂത്തായിട്ടുള്ള ട്രാക്കുകളും പിന്നെ വളരെ ബമ്പി ആയിട്ടുള്ള നമ്മുടെ നമ്പർ 1 റോഡുകൾ പോലുള്ള ട്രാക്കുകളും എല്ലാം ഉണ്ട്. അത്തരം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രാക്കുകളായിരിക്കുമല്ലോ സ്വാഭാവികമായും അർണോൾഡ് തിരഞ്ഞെടുക്കുക. പക്ഷേ ഏതൊരു എക്സ്പെർട്ടിനും ഒരു അപകടമൊക്കെ വരും. നമുക്കറിയാം, ടാങ്കുകൾ വരെ ഓടിച്ചിരുന്ന മനുഷ്യൻ അമേരിക്കയിൽ ആദ്യമായിട്ട് എത്തിയ ഒരു ഫോർഡ് കാർ ഓടിച്ചപ്പോൾ ആക്സിഡൻ്റായി. ഏതായാലും 2006 ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേ ദിവസം, അത്തരം ഒരു ദിവസമായിരുന്നു, സ്കീയിങ്ങിനിടയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അർണോൾഡിൻ്റെ വലത്തെ തുടയെല്ല് ഒടിഞ്ഞു. അവിടെ അത്തരം ഒരു പരിക്കിനുള്ള ചികിത്സയ്ക്കുള്ള സംവിധാനമില്ല. തൽക്കാലം ഒരു ഫസ്റ്റ് എയ്ഡ് എല്ലാം കഴിഞ്ഞു. അടുത്ത ദിവസം ഒരു ചെറിയ തോതിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷം, കൂടുതലൊന്നും ഹാപ്പി ആയിട്ട് ചെയ്യാനുള്ളൊരവസ്ഥയിലല്ല. അത് കഴിഞ്ഞ് അവരുടെ പ്രൈവറ്റ് ജെറ്റിൽ ലോസ് ആഞ്ചലസിലേക്ക് വന്നു. അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിൻ്റെ അടുത്ത ദിവസം മറിയ തിരിച്ചു പറഞ്ഞു. കാരണം എല്ലാ വർഷവും ഹയാനി സ്പോട്ടിൽ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. അവിടെ മറിയയുടെ പേരൻസിന് താങ്ക്സ് ഗിവിങ് സെറിമണി ഉണ്ട്. ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞു. സ്റ്റീൽ റോഡ് ഇൻസർട്ട് ചെയ്യേണ്ടി വന്നു, കാരണം മൾട്ടിപ്പിൾ ഫ്രാക്ചറാണ്. 2 മാസത്തെ റെസ്റ്റും ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. പക്ഷേ ജനുവരി 5-ാം തീയതി അർണോൾഡ് സ്റ്റേറ്റിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തണം. ഇനോർഗറൽ അഡ്രസ് എന്നാണ് അതിന് പറയുക. 4 ദിവസം കൂടി കഴിഞ്ഞാൽ മറ്റേ ചടങ്ങുണ്ട്, സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് അഡ്രസ് എന്ന് പറയും. ഇത് രണ്ടും ഗവർണർ ചെയ്യേണ്ട ജോലിയാണ്. പക്ഷേ ഈ അവസ്ഥയിൽ അതിന് സാധിക്കുമോ എന്ന് സംശയമാണ്. ഇതിനിടയിൽ മറിയ ഹയാൻ സ്പോട്ടിൽ നിന്ന് തിരിച്ചെത്തി. ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു, മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം വായിച്ചു. അവസാനം മറിയ പറഞ്ഞു, ഇതെന്തായാലും ഇപ്പം നടക്കില്ല, നമുക്ക് ഈ ചടങ്ങുകളൊക്കെ മാറ്റി വയ്ക്കണം. അർണോൾഡ് അപ്പോൾ ശരി എന്ന് പറഞ്ഞെങ്കിലും ചടങ്ങുകൾ അടുത്ത് വരുന്തോറും അദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിലൊരു വല്ലാത്ത ചിന്ത. അങ്ങനെ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ആലോചിച്ചത് പഴയ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റിനെ കുറിച്ചാണ്. ഈ റൂസ്വെൽറ്റ് ഒരു പബ്ലിക് സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതിനാണ് അദ്ദേഹത്തിന് ഒരു വെടിയേറ്റു. ഒരു അക്രമി അദ്ദേഹത്തിന് നേരെ വെടിവെച്ചു. അത് പക്ഷേ മരണകാരണമായിരുന്ന ഒരു വെടിയായിരുന്നില്ല. എന്തായാലും വെടി തന്നെയല്ലേ, നല്ല വേദന ഉണ്ടാവും. പക്ഷേ അദ്ദേഹം ആ പ്രസംഗം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ സ്റ്റേജ് വിട്ടു പോയില്ല. അപ്പോൾ അർണോൾഡ് ആലോചിക്കുന്നതാണ്, അദ്ദേഹത്തിന് ഒരു ബുള്ളറ്റും ശരീരത്തിൽ വെച്ചുകൊണ്ടൊരു പ്രസംഗം കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ എനിക്ക് അത്രയ്ക്കൊന്നുമില്ലല്ലോ, ഒരു എല്ലുപൊട്ടിയല്ലേ ഉള്ളൂ, ഞാൻ എന്തുകൊണ്ട് ഈ സ്പീച്ചുകളൊക്കെ നടത്തിക്കൂടാ. അടുത്ത ദിവസം രാവിലെ മറിയെ വിളിച്ചു. പരിപാടിയൊന്നും മാറ്റി വയ്ക്കാൻ പറയണ്ട, എല്ലാം സമയത്തിന് നടത്തണം. ആ ടോണ് കേട്ടപ്പം മറിയയ്ക്ക് മനസ്സിലായി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മറിയ ഒന്നും പറയാൻ പോയില്ല. അങ്ങനെ അർണോൾഡ് ഈ പറഞ്ഞ എല്ലാ ഒഫീഷ്യൽ ഫംഗ്ഷനും ഒന്നും മാറ്റിവെക്കാതെ പങ്കെടുത്തു, ക്ലച്ചസ് ഉപയോഗിച്ചുകൊണ്ട്. ഫംഗ്ഷന് പങ്കെടുക്കും, അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ പോയി കിടക്കും.
അങ്ങനെ എല്ലാ ഒഫീഷ്യൽ ഫങ്ഷൻസും പൂർത്തിയാക്കി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്തു. ഓഫീസ് ഭരണം ഏറ്റെടുത്തു. ആദ്യമായിട്ട് 2007 ബഡ്ജറ്റിൻ്റെ ചർച്ചകൾ ആരംഭിച്ചു. 2004 അധികാരം വരുമ്പോൾ ബഡ്ജറ്റ് $1600 കോടി കമ്മിയാണ്. ആ സ്ഥാനത്ത് 2006 ബഡ്ജറ്റിൽ അത് $400 കോടി കമ്മിയായി കുറഞ്ഞിരിക്കുന്നു. 2007 ബഡ്ജറ്റിൽ കമ്മി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനിടയിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ബഡ്ജറ്റിലുള്ള പല റെസ്ട്രിക്ഷൻസും എടുത്തു കളഞ്ഞപ്പോൾ ബിസിനസ്സുകൾ കൂടി, അതോടെ റവന്യൂ കൂടി. അങ്ങനെ തന്നെയാണ് ഈ ബഡ്ജറ്റിലെ കമ്മി ഇല്ലാതായത്. അർണോൾഡ് തുടങ്ങിയ പരിഷ്കാരങ്ങൾ കൊണ്ടാണ് ബഡ്ജറ്റ് കമ്മി ഇല്ലാതാവുന്നത്. അല്ലാതെ ടാക്സും കൂട്ടിക്കൊണ്ടിരുന്ന ബഡ്ജറ്റിൻ്റെ കമ്മി പിന്നെയും കൂടിക്കൂടി വരുള്ളൂ. ബിസിനസ്സുകളൊക്കെ ആണുങ്ങൾ വേറെ വല്ല സ്ഥലത്തും കൊണ്ടുപോകും. മറ്റൊരു പദ്ധതി വീണ്ടും ഉയർന്നു വരികയാണ്. 30 കൊല്ലം മുമ്പ് അന്നത്തെ ഗവൺമെൻറ് പാറ്റ് ബ്രൗൺ തുടക്കം കുറിച്ച കാലിഫോർണിയയുടെ വടക്ക് നിന്ന് തെക്കേക്ക് ഒരു കനാല്. ഒരു ഭാഗത്ത് വെള്ളം സർപ്ലസ് ആണ്, മറ്റേ ഭാഗത്ത് വെള്ളമില്ല. അപ്പോൾ ഇത്തരം ഒരു കനാല് വരുന്നതോടെ രണ്ടും ഒരു ഈക്വൽ സ്റ്റേജിലേക്ക് മാറും. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള എല്ലാ ഓയിൽ കമ്പനികളുമായിട്ട് ചർച്ച നടത്തി. അങ്ങനെ മാക്സിമം ഒക്ടേൻ പെട്രോള് വിത്ത് മിനിമം കാർബൺ കണ്ടൻറ്റ് എന്നുള്ള നിലയിലേക്കുള്ള പെട്രോള് കാലിഫോർണിയ സ്റ്റേറ്റിന് മൊത്തം ബാധകമാക്കി. ആ സമയത്ത് അസംബ്ലിയിലും സെനറ്റിലുമായിട്ട് നടത്തിയ ഒരു സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞൊരു കാര്യം അതാണ്, നമ്മൾ കാലിഫോർണിയയെ മുന്നോട്ട് നയിച്ചാൽ മാത്രം പോരാ, നമ്മൾ അമേരിക്കയ്ക്കും അതുവഴി ലോകത്തിനും ഒരു മാതൃകയായിരിക്കണം. ഈ തിരക്കുകൾക്കിടയിൽ പക്ഷേ സമയം പോകുന്നത് പലപ്പോഴും അറിയില്ല. പലപ്പോഴും ഓഫീസിൽ 16 മണിക്കൂർ വരെ ചിലവഴിക്കുന്ന ഒരു അവസ്ഥ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും ഹോട്ടൽ റൂമിലേക്ക് പോക്കുണ്ടാവില്ല. പിന്നെ ഓഫീസൊക്കെ നല്ല ലക്ഷറി ഓഫീസാണ്, അവിടെ തന്നെ കിടന്നുറങ്ങും. സ്റ്റാഫിന് കുഴപ്പമില്ല, സ്റ്റാഫൊക്കെ ഷിഫ്റ്റ് വേണം വർക്ക് ചെയ്യുന്നത്. ഗവർണർക്ക് ഷിഫ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ, ഒരാളല്ലേ ഉള്ളൂ. അതിനെക്കുറിച്ച് രസകരമായിട്ട് ഈ ഗവർണർ ഇലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പേ ഫിലിം പ്രൊമോട്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് നേരത്തെ അറിയാം, ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം വലിയ വലിയ ബിസിനസ്സുകാരാണ്, കോടീശ്വരന്മാരാണ്. അപ്പോൾ ഈ ഫിലിം പ്രൊമോട്ടർ പറഞ്ഞതാണ്, ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരും ബിനാമി ബിസിനസ് നടത്തും, താങ്കൾക്കത് പറ്റില്ല, ബിനാമിയെ വിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. 16 മണിക്കൂറോളം ഒരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നു, പിന്നെ അവിടെ എവിടെയെങ്കിലും തന്നെ കിടന്നുറങ്ങുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഒന്ന് വീട്ടിൽ പോകും. അങ്ങനെ ഒരു ശനിയാഴ്ച രാത്രി വീടെത്തി. ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ രണ്ടാമത്തെ മോള് ക്രിസ്റ്റീന അടുത്ത് വന്ന് പറഞ്ഞു, ഡാഡി ഞങ്ങളെയൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നു. അന്നുള്ളൊന്ന് ഞെട്ടി. സംഭവം വർക്കിൽ ശ്രദ്ധ കൂടിയപ്പോൾ വീട്ടിലേക്കുള്ള ശ്രദ്ധ ഇത്തിരി കുറഞ്ഞു. അവിടെ ഒരു കാര്യമുണ്ട്, മെറിയുണ്ട് വീട്ടിൽ. മെറിയ വളരെ ഒരു എക്സ്ട്രാ ഓർഡിനറി വുമണാണെന്ന് അർണോൾഡിനും അറിയാം. മെറിയയ്ക്ക് ജോലി ഉണ്ടെങ്കിലും മെറിയ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ക്രിസ്റ്റീനെ തുടർന്നു. കഴിഞ്ഞ PTA മീറ്റിങ്ങിനൊന്നും ഡാഡി വന്നിട്ടില്ല, മമ്മി മാത്രമേ വന്നുള്ളൂ. അതായത് പോയവർക്ക് വിലയില്ല, മമ്മിക്ക് ഇപ്പോൾ ഒരു വിലയില്ല ഉണ്ടായി, വരാത്ത ഡാഡിക്കാണ് വില. അപ്പോഴേക്കും അതിന് താഴെയുള്ള മകൻ തുടങ്ങി. സ്കൂളിൽ എൻ്റെ ഫുട്ബോൾ മാച്ച് കാണാൻ ഡാഡി വന്നില്ല. എല്ലാം കേട്ട് അന്നോണ്ട് ഇങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. പക്ഷേ ആ ഭാവമാറ്റം ക്രിസ്റ്റീനയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. അവൾ പെട്ടെന്ന് പറഞ്ഞു, ഐ എം സോറി ഡാഡി. പക്ഷെ മറിയ അപ്പോൾ ഇടപെട്ടു, വേണ്ട, നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറ, ഡാഡി മനസ്സിലാക്കട്ടെ. കാരണം മറിയം കുറേ കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഏതായാലും അന്നത്തോടെ അർണോൾഡ് കുറേ നേരം ഇരുന്ന് ആലോചിച്ചതിന് ശേഷം മക്കളെടുത്ത് പറഞ്ഞു, എൻ്റെ ഒഫീഷ്യൽ തിരക്ക് കാരണം ഞാൻ പലപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്നു. ഇനി എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എന്നും രാത്രി ഞാൻ വീടെത്തിയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന നേരത്തായിരിക്കും ഞാൻ വരുന്നത്, അല്പം വൈകിന്നിരിക്കും, എന്തായാലും ഞാൻ ഇവിടെ വരും. രാവിലെ ചിലപ്പോൾ നിങ്ങൾ ഉണരുന്ന നേരമാകുമ്പോഴേക്കും ഞാൻ പോയിന്നിരിക്കും. സ്വന്തമായിട്ട് വിമാനം ഉള്ളതുകൊണ്ട് നടക്കും കേട്ടോ, അല്ലെങ്കിൽ നടക്കില്ല. കാരണം കാറിൽ യാത്ര ചെയ്യണമെങ്കിൽ ഏകദേശം 6 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ ആ വർഷത്തെ ബഡ്ജറ്റ് കഴിഞ്ഞോടെ കാലിഫോർണിയ സ്റ്റേറ്റ് മുഴുവൻ ഒരു പുതിയ രീതിയിലേക്ക് മാറുകയാണ്. പുതിയ സ്കൂൾ ബിൽഡിങ്ങുകൾ വരുന്നു, ജയിലുകളിൽ സൗകര്യങ്ങൾ കൂട്ടുന്നു. ഒപ്പം വേറൊരു കാര്യം കൂടി ചെയ്തു, പരോൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാതാക്കി. ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സൗകര്യമാണല്ലോ പരോള്. ഒരു വെക്കേഷൻ പോലെ ഇങ്ങനെ വർഷത്തിൽ 1-2 മാസമൊക്കെ ഇറങ്ങി നടക്കാം. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. വളരെ അത്യാവശ്യങ്ങൾക്ക്, ഇപ്പോൾ വീട്ടിലൊരു മരണമോ കല്യാണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മാത്രം, അല്ലാതെ പരോളില്ല. ഇതുകൂടാതെ സെൻട്രൽ വാലി, സാലിയൻ വാലി എന്നീ 2 സ്ഥലങ്ങളുണ്ട്. വളരെ കുപ്രസിദ്ധരായ കൊള്ളസംഘങ്ങളുടെ സങ്കേതങ്ങളാണ്. പലപ്പോഴും അവർ നടത്തുന്ന സംഘടിതമായ ആക്രമണങ്ങൾ നേരിടാൻ പോലീസിന് പോലും കഴിയാറില്ല. ആ ഒരു സാഹചര്യം നേരിടുന്നതിനായിട്ട് ഒരു സ്പെഷ്യൽ ഫോഴ്സ് അവിടെ രൂപീകരിച്ചു. ഏത് സമയത്തും പോലീസിനെ സഹായിക്കാനായിട്ടുള്ള ഒരു സായുധ ടീമിനെ ഉണ്ടാക്കി. ഇതെല്ലാം നടക്കുമ്പോഴും മനസ്സിൽ മറ്റൊരാശയം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്നതാണ്, ഇതുവരെ നടപ്പിലായിട്ടില്ല. ഹെൽത്ത് കെയർ റിഫോംസ്, ആരോഗ്യ സംരക്ഷണ പരിഷ്കരണങ്ങൾ എന്നൊരു പദ്ധതി മനസ്സിലുണ്ട്. അതായത് അമേരിക്കയിലെ ചികിത്സാ ചെലവ് പൊതുവെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവരുടെ കാര്യം പറയാൻ വേണ്ട. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം വളരെ കൂടുതലായതുകൊണ്ട് ഒരു സാധാരണക്കാരന് ഹെൽത്ത് ഇൻഷുറൻസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കുറച്ച് അത് എല്ലാവർക്കും പറ്റുന്ന ലെവലിലേക്ക് മാറ്റുക എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അതിനുള്ള ചർച്ചകൾ തുടങ്ങി. തുടക്കത്തിലെ സൂസൻ എതിർത്തു. അത് നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല. ഇതിനു മുമ്പ് പലരും ശ്രമിച്ചിട്ട് പറ്റാത്തൊരു കാര്യമാണ്. കാലിഫോർണിയയിലല്ല, മറ്റ് പല സ്റ്റേറ്റുകളിലും. ആകെ നടപ്പിലാക്കിയിട്ടുള്ളത് മസാച്യുസെറ്റ്സ് എന്നൊരു സിറ്റിയിൽ മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ ഇതിനു മുമ്പ്. അന്നോട് പറഞ്ഞു, അങ്ങനെ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനാണല്ലോ നമ്മൾ. അദ്ദേഹം ഇൻഷുറൻസ് കമ്പനികൾ, ഡോക്ടർമാരുടെ സംഘടനകൾ, ഹോസ്പിറ്റൽസിൻ്റെ MD-മാർ, അങ്ങനെ പല സംഘടനകളുമായിട്ടും ചർച്ചകൾ നടത്തി. അവസാനം എല്ലാവരും ഒരുവിധം ഇതിനടുത്ത് വന്നു. ആകെ എതിർത്ത ഒരു സംഘടനയുള്ളൂ, നേഴ്സുമാരുടെ സംഘടന. കാരണം ഈ നേഴ്സുമാരുടെ സംഘടനയെ അദ്ദേഹം പണ്ടേ നല്ല രസത്തിലല്ല. അത് കഴിഞ്ഞ ഗവർണറായിരുന്ന കാലത്ത് നടത്തിയ ചില പരിഷ്കാരങ്ങൾ നേഴ്സുമാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് നേഴ്സുമാരുടെ വർക്ക് ലോഡ് കൂട്ടി. ഒരു നേഴ്സ് 5 പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്നതിന് പകരം 6 പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യണം എന്നാക്കി. നമ്മുടെ ഇവിടുത്തെ നേഴ്സുമാരൊക്കെ കണക്കിന് എന്ത് ചെയ്യണം? ഏതായാലും ആ ബില്ല് അവതരിപ്പിച്ചു, അസംബ്ലി പാസ്സാക്കി. അത് കഴിഞ്ഞ് ബില്ല് സെനറ്റിലേക്ക് അയച്ചു. സെനറ്റും കൂടി പാസ്സാക്കിയാലേ ഇത് നിയമമാവുള്ളൂ. ആ സമയത്ത് സെനറ്റ് ലീഡർ ഡോൺ പെറാറ്റ എന്നൊരു ഡെമോക്രാറ്റിക് നേതാവാണ്. അദ്ദേഹത്തിന് ചിലർ ഓതി കൊടുത്തു. ഇപ്പം തന്നെ ഗവർണറുടെ പല പദ്ധതികളും സെനറ്റ് പാസ്സാക്കി. ഇങ്ങനെ കൂടുതൽ കൂടുതൽ പുതിയ പദ്ധതികൾ നമ്മൾ പാസ്സാക്കി കൊടുത്താൽ ജനങ്ങൾക്കിടയിൽ ഒരു ചിന്ത വരും, റിപ്പബ്ലിക്കൻ ഗവർണറുടെ കളിപ്പാട്ടമായിട്ട് മാറിയിരിക്കുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന്. അതുകൊണ്ട് ഒരു കാരണവശാൽ ഈ ബില്ല് പാസ്സാക്കരുത്. പെറാറ്റ സമ്മതിക്കുകയും ചെയ്തു. ബില്ലിൽ അടയിരിക്കാൻ തുടങ്ങി. ഏകദേശം 1 വർഷമായിട്ടും സെനറ്റിൽ നിന്ന് ആ ബില്ല് പാസ്സാവുന്നില്ല. അപ്പോഴാണ് അർണോൾഡ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അദ്ദേഹം പലതവണ പെറാറ്റയായിട്ടൊക്കെ സംസാരിച്ചു. ഒരു രക്ഷയില്ല. പെറാറ്റ ഞാൻ ഒന്നുകൂടി ഇത് പഠിക്കട്ടെ. അപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് 1 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ ബില്ല് ലാപ്സായി പോകും. പിന്നെ ആദ്യമേ ബില്ല് അവതരിപ്പിക്കണം. അങ്ങനെ അർണോൾഡിൻ്റെ ആ ഒരു സ്വപ്ന പദ്ധതി പെറാറ്റയുടെ വാശിയിലും മുടങ്ങി. പക്ഷേ മുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം 2007 തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമുണ്ട്, കാലിഫോർണിയ അമേരിക്കയ്ക്ക് ഒരു മാതൃകയാവണമെന്ന്. അത് സംഭവിച്ചു. 2010 ബിൽ ക്ലിൻ്റൺ പ്രസിഡൻ്റായ സമയത്ത് അദ്ദേഹം അതിനു മുമ്പ് ഈ ബില്ലിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചു. അതിനനുസരിച്ച് ഒരു നിയമം അമേരിക്ക രാജ്യത്തിന് മൊത്തമായിട്ടുണ്ടാക്കി. അത് അമേരിക്കയിൽ മൊത്തം നടപ്പിലാക്കി. ആ സമയത്ത് നടന്ന ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി മീറ്റിങ്ങിലാണെങ്കിൽ അതിലും വലിയ വിമർശനങ്ങൾ. അർണോൾഡ് ഡെമോക്രാറ്റുകളോട് കൂടുതൽ സഹകരിക്കുന്നു, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ക്ഷീണമാണ്. അവിടെ അദ്ദേഹം ശരിക്കൊന്ന് പൊട്ടിത്തെറിച്ചു. സിനിമയിലൊക്കെ കാണുന്ന സ്റ്റൈലിൽ കുറച്ച് ഡയലോഗുകൾ പറഞ്ഞു. പ്രധാനമായിട്ടും പറഞ്ഞതിൻ്റെ കണ്ടൻസ് ഇതാണ്: ഡെമോക്രാറ്റുകളോട്ട് സഹകരിക്കാതെ എനിക്കിവിടെ നിൽക്കക്കള്ളിയില്ല. നിങ്ങൾ പറയുന്നു ഞാൻ ശരിയല്ല എന്ന്, ഞാൻ പറയുന്നു നിങ്ങൾ ശരിയല്ല എന്ന്. എൻ്റെ കൂടി ഇമേജ് കൊണ്ടാണ് ഞാനിവിടെ ഗവർണറായത്, അല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മാത്രം ഗുണം കൊണ്ടല്ല. ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ സെനറ്റിലും അസംബ്ലിയിലും ഭൂരിപക്ഷം നേടിയിട്ടില്ല? സെനറ്റിലും അസംബ്ലിയിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് പലതും നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അപ്പോഴും തലയ്ക്കകത്ത് വെളിച്ചം വീഴാത്ത കുറേ സ്റ്റേറ്റ് ഗവർണർമാർ വേറെ ഉണ്ട്. ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഒരു ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നു. ടെക്സാസ് ഗവർണർ റിക് പെറി എന്ന വ്യക്തി അവിടെ നടത്തിയൊരു പ്രസംഗം കേട്ട് പലരും ചിരിച്ചു. പിന്നെ ഗവർണറോട് പ്രസംഗിക്കുന്ന ഒരുപാട് ചിരിക്കാനും പറ്റില്ല. അയാൾ പറഞ്ഞത് അതാണ്: നോർത്ത് പോളിൽ പോളാർ ബെയേഴ്സ് വെള്ളപ്പൊക്കത്തിൽ പെടുന്നതിന് അമേരിക്കക്കാരെന്ത് ചെയ്യണം? ഇവിടെ അത്തരം ഒരു പ്രശ്നമില്ല.
ഇതാണ് പലരുടെയും ചിന്താഗതി. നമ്മൾ ഒരു കാലത്തൊക്കെ ചിന്തിച്ച് ആഗോളതാപനോ അത് എവിടെയോ ഉള്ളതാണല്ലോ, ഇവിടെ ഉള്ളതല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ എല്ലായിടത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മുൻകൂട്ടി ആലോചിച്ച് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പലപ്പോഴും നമ്മൾ തരം താത്തുകയും ചെയ്യും. അതുതന്നെയാണ് ഈ ടെക്സാസ് ഗവർണറും ചെയ്തത്. പക്ഷേ അവിടെ മഹാഭൂരിപക്ഷം ആൾക്കാരും അർണോൾഡിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ആ സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഒരു പത്രപ്രവർത്തകൻ അർണോൾഡിനോട് ചോദിച്ചു, കാരണം രണ്ടാമത്തെ ടേമാണ് ഗവർണർഷിപ്പ്, ഇനി ഗവർണറായിട്ട് മത്സരിക്കാൻ പറ്റില്ല, ഇനി താങ്കളുടെ ഉദ്ദേശം എന്താ, വാഷിങ്ടണിലേക്കാണോ, അതായത് അമേരിക്കയുടെ തലസ്ഥാനത്തിലേക്ക് ഉള്ള ഇലക്ഷന് വേണമെങ്കിൽ മത്സരിക്കാം, പക്ഷേ നമ്മൾ നേരത്തെ മനസ്സിലാക്കണം പ്രസിഡന്റ് ആവാൻ പറ്റില്ല, ആവണമെങ്കിൽ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആളായിരിക്കണം. അർണോൾഡ് ചോദിച്ചു, ആർക്ക് വേണം വാഷിങ്ടൺ? കുറേ സെനറ്റർമാരുടെ ഇടയിൽ ഒരാളായിട്ട് പോയിരിക്കാനാണ് എനിക്ക് വേണം.